അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് ലോകം വിളിക്കുന്നത് വെറുതെയല്ല. ജാതിക്കും മതത്തിനും അപ്പുറം മനുഷ്യർ പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരിടം. ശബരിമലയിലേക്ക് മാലയിടുന്ന സ്വാമിമാർ വാവരുടെ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ച് വാവർ സ്വാമിയെയും കൂട്ടി മല കയറുന്ന ഒരു സംസ്കാരം ലോകത്ത് മറ്റെവിടെ കാണാൻ സാധിക്കും? എന്നാൽ ഈ സ്നേഹത്തിന്റെ ഇഴയടുപ്പം കണ്ട് അസഹിഷ്ണുത തോന്നുന്ന ചിലരുണ്ട്. കേരളത്തിന്റെ മണ്ണിൽ വർഗീയതയുടെ വിത്തുപാകാൻ നോക്കുന്നവർ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അത്തരമൊരു വിഷയമാണ്. അയ്യപ്പൻ വിളക്കിന്റെ ഭാഗമായി ക്ഷേത്രമുറ്റത്ത് ബാങ്ക് വിളിച്ചതും വാവർ പള്ളി ഉണ്ടാക്കിയതും കണ്ട് ഹാലിളകിയ ഹിന്ദു ഐക്യവേദി നേതാവ് കെ.പി. ശശികലയുടെ പുതിയ പ്രസ്താവനയെക്കുറിച്ച്. മണിക്കൂറുകൾക്ക് മുൻപാണ് ഹിന്ദു ഐക്യവേദി നേതാവ് കെ.പി. ശശികല വിവാദപരമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയത്. ഗുരുവായൂർ മമ്മിയൂർ ക്ഷേത്രനടയിൽ നടന്ന അയ്യപ്പൻ വിളക്കിനോടനുബന്ധിച്ച് വാഴത്തണ്ടുകൊണ്ട് പ്രതീകാത്മകമായി വാവർ പള്ളി നിർമ്മിച്ചതും അവിടെ ബാങ്ക് വിളിച്ചതുമാണ് ശശികലയെ ചൊടിപ്പിച്ചത്. അടുത്ത വർഷം മുതൽ പച്ചപ്പള്ളിയും ബാങ്കും നിസ്കാരവും അമ്പലത്തിൽ ഉണ്ടാകില്ലെന്ന് നമ്മൾ തീരുമാനിക്കണമെന്നാണ് അവർ ആഹ്വാനം ചെയ്യുന്നത്. മതസൗഹാർദ്ദത്തിന്റെ പേരിൽ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഹൈന്ദവേതര ചിഹ്നങ്ങൾ പൂർണ്ണമായും വിലക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ക്ഷേത്രത്തിൽ പച്ചപ്പള്ളി കണ്ടപ്പോൾ ആർക്കും കുരുപൊട്ടിയില്ല എന്നും, മറിച്ച് ഒരു കാവിക്കൊടിയായിരുന്നെങ്കിൽ നാട്ടിലെ സകലമാന ക്ഷുദ്രജീവികൾക്കും അത് പ്രശ്നമാകുമായിരുന്നു എന്നുമാണ് ശശികലയുടെ ഭാഷ. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തിൽ എന്തിനാണ് വാവർ പള്ളി? എന്തിനാണ് ബാങ്ക് വിളി? അത് ഏതെങ്കിലും ഒരു മതത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി ക്ഷേത്ര കമ്മിറ്റിക്കാർ കെട്ടിച്ചമച്ചതാണോ? അല്ല, അത് അയ്യപ്പന്റെ ചരിത്രമാണ്, ഐതിഹ്യമാണ്. അയ്യപ്പസ്വാമിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും പോരാളിയുമായിരുന്നു വാവർ എന്ന മുസ്ലിം പ്രമുഖൻ. മഹിഷി നിഗ്രഹത്തിന് അയ്യപ്പനൊപ്പം തോളോട് തോള് ചേർന്ന് നിന്നയാൾ. അതുകൊണ്ടാണ് ഇന്നും ശബരിമലയിൽ പോകുന്ന ഭക്തർ വാവർ നടയിൽ തൊഴുത് വാവറിന്റെ അനുഗ്രഹം വാങ്ങുന്നത്. അയ്യപ്പൻ എവിടെയുണ്ടോ അവിടെ വാവരുമുണ്ട്. ആ സ്നേഹബന്ധത്തെയാണ് അയ്യപ്പൻ വിളക്കുകളിൽ നമ്മൾ കാണുന്നത്. ക്ഷേത്രമുറ്റത്ത് വാഴത്തണ്ടുകൊണ്ട് പള്ളി ഉണ്ടാക്കുമ്പോൾ അത് ഇസ്ലാമിനെ അവിടെ പ്രതിഷ്ഠിക്കുകയല്ല, മറിച്ച് അയ്യപ്പന്റെ ഉറ്റ തോഴന് നൽകുന്ന ആദരമാണ്. ആ ചരിത്രബോധമാണ് ശശികലയെപ്പോലുള്ളവർക്ക് ഇല്ലാതെ പോകുന്നത്. മമ്മിയൂർ ക്ഷേത്രനടയിൽ പച്ചപ്പള്ളി കണ്ടപ്പോൾ ആർക്കും കുരുപൊട്ടിയില്ല എന്നാണ് ശശികലയുടെ ആക്ഷേപം. ശരിയാണ്, ആർക്കും കുരുപൊട്ടില്ല. കാരണം ഇത് കേരളമാണ്. ഇവിടെ അമ്പലത്തിലെ ഉത്സവത്തിന് പള്ളി കമ്മിറ്റിക്കാരും പള്ളിയിലെ പെരുന്നാളിന് ക്ഷേത്ര കമ്മിറ്റിക്കാരും സഹകരിക്കുന്നത് അത്ഭുതമുള്ള കാര്യമല്ല. ക്ഷുദ്രജീവികൾ എന്ന വാക്കിലൂടെ ശശികല അപമാനിക്കുന്നത് ഈ നാടിന്റെ മതേതര മനസ്സിനെയാണ്. ഒരു കാവിക്കൊടി കണ്ടാൽ പ്രശ്നമുണ്ടാക്കുന്നവരാണോ മലയാളികൾ? അല്ല. എന്നാൽ വിശ്വാസത്തിന്റെ പേരിൽ, ആചാരങ്ങളുടെ പേരിൽ വർഗീയ വിഷം കുത്തിവെക്കാൻ നോക്കിയാൽ ഈ നാട് അത് തിരിച്ചറിയും. അയ്യപ്പൻ വിളക്ക് നടത്തുന്ന സംഘങ്ങൾക്കെതിരെ വിലക്ക് പ്രഖ്യാപിക്കണമെന്നാണ് ഇവരുടെ മറ്റൊരാഹ്വാനം. ഭക്തിയോടെ, വ്രതശുദ്ധിയോടെ അയ്യപ്പൻ വിളക്ക് നടത്തുന്ന ഭക്തരെ പോലും വരുതിയിലാക്കാനും ഭീഷണിപ്പെടുത്താനുമാണ് ഇവർ ശ്രമിക്കുന്നത്. ഇങ്ങനെയേ അയ്യപ്പൻ വിളക്ക് നടക്കൂ എന്ന ശാഠ്യമുള്ളവർക്ക് ബദൽ സംവിധാനം വേണമത്രേ. അയ്യപ്പനില്ലാത്ത വാവരെയും വാവറില്ലാത്ത അയ്യപ്പനെയും സങ്കൽപ്പിക്കാൻ യഥാർത്ഥ അയ്യപ്പ ഭക്തർക്ക് കഴിയുമോ? ഇസ്ലാമിക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏകദൈവ വിശ്വാസമാണ് പ്രധാനം. എന്നാൽ സഹോദര സമുദായങ്ങൾ അവരുടെ ആഘോഷങ്ങളിൽ നമ്മളെ കൂടി ചേർത്തുപിടിക്കുമ്പോൾ, അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി നമ്മുടെ ചിഹ്നങ്ങളെ ആദരിക്കുമ്പോൾ അതിനെ ബഹുമാനത്തോടെ കാണാനുള്ള മനസ്സ് നമുക്കുണ്ട്. അതാണ് സൗഹാർദ്ദം. മുസ്ലിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോയി നിസ്കരിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ക്ഷേത്രത്തിലെ ചടങ്ങിൽ ഒരു ബാങ്ക് വിളി മുഴങ്ങുമ്പോൾ അത് ആ പ്രദേശത്തെ ഹിന്ദു സഹോദരങ്ങൾ ഇസ്ലാമിന് നൽകുന്ന സ്നേഹമാണ്, അംഗീകാരമാണ്. അതിനെ തകർക്കാൻ ശ്രമിക്കുന്നത് വഴി യഥാർത്ഥത്തിൽ ഇവർ അപമാനിക്കുന്നത് ഹൈന്ദവ വിശ്വാസത്തെയും അയ്യപ്പസ്വാമിയെയുമാണ്. ശശികലയുടെ പ്രസ്താവനയ്ക്കെതിരെ ഒരു ഹിന്ദു സഹോദരൻ കൊടുത്ത മറുപടി ഇങ്ങനെയാണ്. ശശികല അറിയുന്നതിന് മലപ്പുറം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഒരു വിധപ്പെട്ട എല്ലാ അമ്പലങ്ങളിലും കാണുന്ന ഒരു കലാരൂപമാണ് അയ്യപ്പൻ വിളക്ക്. അതിലുണ്ടാകുന്നതാണ് ഈ വാവർ പള്ളി. അയ്യപ്പൻ വാവരുമായി വെട്ടും തടവും നടത്തുകയും അവസാനം രണ്ടുപേരും സുഹൃത്തുക്കളായി കൂടെ നിൽക്കുന്നവർക്ക് പ്രസാദം കൊടുക്കുന്ന ഒരു രീതിയുമുണ്ട്. കാലങ്ങളായി നാട്ടിൽ നടക്കുന്ന ഈ കലാരൂപത്തിൽ ഹിന്ദു മുസ്ലിം വ്യത്യാസമില്ലാതെ എല്ലാവരും പങ്കെടുക്കുന്നതാണ്. ഇതിലൊക്കെ എന്തിനാണ് ഇത്രയും വിഷം കുത്തിക്കയറ്റുന്നത്? അതെ, വിശ്വാസത്തിന്റെ പേരിൽ മതിലുകൾ കെട്ടാനല്ല, പാലങ്ങൾ പണിയാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. മമ്മിയൂരിലെ ക്ഷേത്രമുറ്റത്തുയർന്ന ബാങ്ക് വിളി അത് മാനവികതയുടെ വിളിയാണ്.
അതിൽ അസഹിഷ്ണുതയുള്ളവർക്ക് കാലം മറുപടി നൽകും. കേരളത്തിന്റെ മണ്ണിൽ വർഗീയതയുടെ വിത്തുപാകാൻ നോക്കുന്നവർ തിരിച്ചറിയുന്നത് നന്നായിരിക്കും. സ്നേഹിച്ചു തോൽപ്പിക്കാം നമുക്ക്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.